എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് അകത്തുനിന്നും പുറത്തുനിന്നൊക്കെ വിമർശനങ്ങൾ വരും. ഇതൊന്നും എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ല. പ്രായോഗിക രാഷ്ട്രീയത്തിൽ രാമുവിന്റെ പരിചയക്കുറവുണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ആ വിമർശനങ്ങളിൽ പാർട്ടിയെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കലാണ് സാമാന്യ മര്യാദ. എന്താ സാർ അങ്ങനെ ചോദിച്ചത്? ഞാൻ അഭ്യാസം കാണിച്ചില്ലല്ലോ. ബുദ്ധിപരമായും അതാണ് ശരിയായിട്ടുള്ള കാര്യങ്ങൾ. ആര് പറയുന്നു എന്നുള്ളത് വളരെ അപ്രസക്തമായിട്ടുള്ള കാര്യം. ചെയ്യുന്ന പണി വെടിപ്പായിട്ട് ചെയ്യണം. മനസ്സും കരങ്ങളും ഒരേ സ്ഥലത്ത് നിലനിർത്തണം. എന്നല്ലേ പ്രമാണം വലിപ്പ? എന്താ ശരിയല്ല? വിദേശ സർവകലാശാലകൾ വരെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലേക്ക് CPM-ന്റെ നയസമീപനങ്ങൾ മാറുന്നുണ്ട്. പാമ്പിനെ എടുത്ത് പറയാൻ കൊള്ളാത്തടത്ത് വെച്ച് നീയല്ലേ അനുഭവിക്കുക. അത് അനിൽകുമാറിന് എന്താണ് മനസ്സിലാകുന്നത്? എനിക്ക് തോന്നുന്നു നാട്ടിലേക്ക് നടക്കുന്ന ചർച്ചകളിൽ CPM-നെ തോൽപ്പിച്ചതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആളുകൾ മാന്യന്മാര് ഇതുപോലുള്ള അലവലാദികൾ കൊണ്ട് നടക്കരുത്. എന്ത് ചെയ്യാനാ? കഞ്ഞിയും വെള്ളവും കുടിച്ച് ജീവിച്ചോട്ടെ നേരിയ ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. CPM ചെയ്യുന്ന കോമൺ സെൻസ് ഇല്ലാത്തതായിട്ടുള്ള പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുന്ന ആളുകളാണ്. അതിൽ ഒരാൾ അനിൽകുമാറാണ്. അയ്യോ, അളിയന് എന്ത് പറ്റി? ഇതിൽ കൂടുതൽ ഇനി എന്തോന്ന് പറ്റാൻ? അങ്ങനെ നിങ്ങൾ വന്നിരുന്ന് ന്യായീകരിക്കുന്നതിന്റെ പേരിൽ നിങ്ങളുടെ പാർട്ടി രക്ഷപ്പെടുന്നില്ല. ആക്ച്വലി ഞാൻ ജനങ്ങളുടെ മുന്നിൽ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ജനങ്ങളുടെ വിശ്വാസ്യതയാണ് പ്രധാനപ്പെട്ട കാര്യം. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ പറയുന്ന വാക്കും നമ്മൾ പറയുന്ന പ്രവൃത്തിയും ഒന്ന് തന്നെയായി. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല് കുണ്ടി കുത്തി കാരണം ജനങ്ങൾക്ക് മുൻകാലങ്ങളെക്കാൾ കൂടുതൽ ഇന്നത് മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം അവർ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ്. നിങ്ങളുടെ പ്രചരണത്തിൽ വീഴുന്ന ആളുകളാണ് എല്ലാ ആളുകളും എന്നൊരിക്കലും കരുതരുത്. നീ അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്റെ സോപ്പിടൊന്നും വേണ്ട. നമ്മളിങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രം വന്നിരുന്നാൽ അത് കേൾക്കാൻ ആർക്കാണ് കഴിയുക എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ വഴിയോരത്ത് നാട്ടിൽ അവിടെയൊക്കെ നടക്കുന്നതായിട്ടുള്ള മനുഷ്യരുടെ അഭിപ്രായം ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും യാതൊരു ധനസഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല. സർക്കാർ ഞങ്ങളോട് ചിറ്റമനയമാണ് കാണിക്കുന്നത്. അവരെ കണ്ടുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും മാത്രമാണ് പഴയ കാലത്തേക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഒരു കാര്യം ഞാൻ പറയട്ടെ. പറയൂ. നമ്മുടെ പാർട്ടിക്ക് അടിത്തറയിൽ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ഓരോ പൗരനെയും നമ്മള് ശക്തരായിട്ട് രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യനായിട്ട് മാറ്റണം. ശരിയാ. ഇനി ഇപ്പൊ എന്താ ചെയ്യാ? ലേശം ചമ്മന്തി തരിക എന്നാ ഈ കഞ്ഞൂടി അങ്ങോട്ട് പൂർത്തിയാക്കായിരുന്നു. അവന്റെ രാഷ്ട്രീയ ബോധം നിർമ്മിക്കപ്പെടുന്നത് സത്യസന്ധമായ സമീപനങ്ങളിലൂടെ. ആ സമീപനങ്ങളിലൂടെ മാത്രമേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നല്ല രീതിയിൽ വളരാൻ വികസിക്കാനും കഴിയും. ഞാനും ചെയ്തില്ല. അതെ, നീ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ വളരെ ലളിതമായൊരു ചോദ്യം, ഒറ്റ ചോദ്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഞാൻ ചോദിക്കുകയാണ്. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഒരു മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നത് ശരിയാണ് എന്ന് ആർക്കെങ്കിലും പറയാനായിട്ട് കഴിയും? എന്താ നിങ്ങൾ എന്നെ കളിയാക്കാം? ഞങ്ങളല്ലല്ലോ ആകാശവാണി തൃശ്ശൂർ തിരുവനന്തപുരം ആലപ്പുഴക്കാരല്ലേ? അവര് പറഞ്ഞു സമയം കളയത് ഇയാളെ സുന്ദരനാക്കോ സുന്ദര. ഒരു മനുഷ്യൻ കഴിയില്ല. കാരണം എന്തിനങ്ങനെ സഞ്ചരിക്കണം? എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് തന്നെ പറ്റിയേ? അതാണ് ജനങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം. എന്തിന്റെ അസുഖമാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നത് എന്ന് സാധാരണക്കാരൻ ഇവിടെ മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് തിരിച്ചറിയാൻ പാടില്ലാത്തതായിട്ടുള്ള ഏത് രാഷ്ട്രീയ നേതാവാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ നടക്കുന്നത്? നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. ഓൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ. ജോർജ് ഓർവെൽ അന്നത്തെ സോവിയറ്റ് കാലത്തെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കുറിച്ചും പറഞ്ഞൊരു കാര്യമാണ്. സാർ എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. അത് തന്നെയാണ് ഇപ്പൊ നമ്മളിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നീതിയുടെ കാര്യത്തിലാണെങ്കിലും നിയമപാലനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ പ്ലീസ് ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. നേരത്തെ ഇപ്പൊ പറഞ്ഞല്ലോ, അദ്ദേഹം ഇപ്പൊ രാജു പി നായർ അടക്കം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഓരോരുത്തരോടുള്ള നീതി, നാട്ടുകാരെ തല്ലി ചതച്ച ഒരു ഗൺമാൻ, അത് സർക്കാർ ഉദ്യോഗസ്ഥൻ, അയാൾ ഇപ്പോഴും ഫ്രീ ആയിട്ട് നടക്കുന്നു. അയ്യേ, വൃത്തികെട്ട ഏർപ്പാട്. പോലീസുകാരനെ വെട്ടി അടിച്ചു കൊല്ലും എന്ന് പറഞ്ഞ ഒരു പാർട്ടി നേതാവ് ഇപ്പോഴും ഫ്രീ ആയിട്ട് നടക്കുന്നു. അവരൊന്നും ഒരു കുഴപ്പവും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നില്ല, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പൊതുമുതൽ നശിപ്പിക്കുന്നത് കേരളത്തിൽ ഏത് രാഷ്ട്രീയ കക്ഷി അവരുടെ സംഘടനയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൊതുമുതൽ നശിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ ഒരു ചരിത്രമൊക്കെ നമുക്ക് വേണ്ടി നോക്കാം. ഞാനപ്പോ അതിൽ പോകുന്നില്ല. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല. ഇപ്പോ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ നിയമപരമായാണ് അറസ്റ്റ് ചെയ്തത്. നരേന്ദ്രമോദി നൂറുകണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നിയമപരമായി തന്നെയാണ്. ടീസ്റ്റാ സെറ്റിൽ വാർഡോ, MP ശ്രീകുമാറോ, അല്ലെങ്കിൽ സ്റ്റാൻ സ്വാമിയോ, പിന്നെ മദനിയോ, അത് ഈ ആളുകളെയൊക്കെ പലരെയും പിന്നെ വെറുതെ വിട്ടു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഇവരൊക്കെ
അതൊക്കെ അറസ്റ്റ് ചെയ്ത് മാസങ്ങളോളം ജയിലിൽ താമസിപ്പിച്ചത്, ജയിലിൽ പാർപ്പിച്ചത്. ഇപ്പോൾ നമ്മുടെ ഭട്ട് ഇപ്പം എത്ര കാലമായി കിടക്കുന്നു? 28 വർഷമായി. അതൊക്കെ നിയമപരമാണെന്ന് സജീഷ് പറയും. നിയമപരമാണല്ലോ, കാരണം കോടതി അംഗീകരിച്ചല്ലോ. ഇവിടെ ഇപ്പം ജാമ്യം കൊടുത്തില്ല, അതുകൊണ്ട് നിയമപരമാണ്, സർക്കാർ ചെയ്ത് ശരിയാണ്, ഒരു സംശയമില്ല. ഇനി രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ഇത് ജനങ്ങൾ അംഗീകരിക്കും. ഇപ്പോൾ മോഡി നാളെ പറയും ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ 2 പ്രാവശ്യം ജയിച്ചില്ലേ, ഇനി 3ാമത് ഞങ്ങൾ ജയിക്കും. അംഗീകരിച്ചാൽ പിന്നെ നമുക്കൊന്നും പറയാനില്ലല്ലോ. അമ്മക്ക് പ്രാണവേദന, മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരി ജനങ്ങൾ കാണുകയല്ലേ, ഇന്ത്യയിലെ ജനങ്ങൾ കാണുകയല്ലേ. ഈ ജനങ്ങൾ കാണുന്നതും ഞങ്ങൾക്ക് അധികാരമുണ്ട് ചെയ്യുമെന്ന് പറയുന്നതും ഒരു അത് തന്നെയാണ് നമ്മൾ പറയുന്നത് ഫാസിസ്റ്റ് നടപടി. എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാണ്. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണമാണ്. റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ ഓൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ, അല്ലെങ്കിൽ എല്ലാവർക്കും നിയമങ്ങളുടെ സംരക്ഷണം ഉണ്ടാകും എന്ന് ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുള്ളത് വളരെ കൃത്യമായൊരു കാര്യമാണ്. അതുകൊണ്ട് അടിയന്തരാവസ്ഥയിൽ ചെയ്തു. അടിയന്തരാവസ്ഥയിൽ ചെയ്ത് തെറ്റ് തന്നെയാണ്. പക്ഷെ അടിയന്തരാവസ്ഥയാണോ ഇപ്പോൾ പിണറായി വിജയനെ ചെയ്തത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്തത് ശരിയാണ് എന്നാണ് ഇപ്പം സജീഷ് പറഞ്ഞു വയ്ക്കുന്നത്. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. അബദ്ധം അവിടെയാണ്. മോഡിയും ശരിയാക്കും, അടിയന്തരാവസ്ഥയും ശരിയാണെന്ന് പറയും. അത് അന്ന് ചെയ്തിട്ടുണ്ടല്ലോ, അടിയന്തരാവസ്ഥ കാലത്തായിരുന്നോ? സജീഷ്, താങ്കളുടെ സമയത്ത് അടിയന്തരാവസ്ഥയുണ്ടോ? താങ്കളുടെ സമയത്ത് താങ്കളിലേക്ക് വരാം. ഇപ്പൊ സജീഷ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ സ്റ്റാൻ സ്വാമിയെയോ അല്ലെങ്കിൽ ടീസ്റ്റാ സെറ്റിൽ വാർഡിനെയോ ശ്രീകുമാറിനെയോ അറസ്റ്റ് ചെയ്തതിൽ ഒരു തെറ്റുമില്ല. കാരണം അവരുടെ പേര് രാജ്യദ്രോഹ കുറ്റ. അഡ്വക്കേറ്റ് ആയ ഒരാളെന്നുള്ള എനിക്ക് പറയാൻ കഴിയും, ആരെ വേണമെങ്കിലും 2 ആഴ്ച ജയിലിലിടാൻ IPCയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമങ്ങൾക്കോ വകുപ്പുണ്ട്. അത് എഴുതി ചേർത്താൽ പ്രശ്നം ഇവിടെ സാധാരണ ഒരു മനുഷ്യൻ കാണുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ എപ്പോ വേണേ അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്തോട്ടെ, അതിനാർക്ക് തെറ്റ്. സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് ചെയ്യും, പലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പലരും അടികൊണ്ടിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. ഇതൊന്നും തെറ്റല്ല, ഇതൊന്നും ഞാൻ തെറ്റായി പറയും. ഇത് പുലിവാലാവട്ടെ നമ്മളും അത് തന്നെയാണ് ആലോചിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചിരുന്നോളൂ. പക്ഷേ അവിടെയാണ് പ്രശ്നം. പക്ഷെയാണ് വലിയ പ്രശ്നം. അത് ഏത് തരത്തിൽ ചെയ്യുന്നു? നിയമസഭ തല്ലി പൊളിച്ച ഒരാൾ പോലും ഇതുവരെ ഒരു ദിവസം പോലും ജയിലിൽ കിടന്നിട്ടില്ലല്ലോ. നിയമസഭ തല്ലി പൊളിച്ച ഒരാൾ പോലും കിടന്നിട്ടില്ല. MLA എന്നുള്ള പ്രിവിലേജ്. നേരത്തെ രാജു പി നായർ പറഞ്ഞു സതീശ് EP ജയരാജൻ പറയുകയാണ് കല്ലും കമ്പും ഒക്കെ എടുത്ത് എറിഞ്ഞു എന്ന് ഭീകര കുറ്റം പറയാണ് എന്ന് പറഞ്ഞാൽ EP ജയരാജൻ ഈ സ്പീക്കറുടെ കസേര ഇങ്ങനെ ഒന്നിങ്ങനെ എടുത്ത് മറിച്ചിടുന്ന ആംഗൊക്കെ ഇപ്പോഴും ആ വിഷയം കാണിച്ചുണ്ട്. ആ കേസ് പിൻവലിക്കാൻ സുപ്രീം കോടതി വരെ പോയി CR. പൊതുമുതലിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു പൂർത്തിയാക്കി കഴിഞ്ഞു. 2011 ജൂൺ 29 കരിങ്കൽ സ്ഫോടക വസ്തു പോലീസുകാർ ഗുരുതര പരിക്കേറ്റതാണ്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ടാറ്റോസുമോ തകർത്ത കേസാണ്. കേസ് പിൻവലിക്കാൻ സർക്കാർ അപ്പീൽ നൽകിയത് 2022. ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട. 2004 ഡിസംബർ 2 തൈക്കാട് സംഗീത കോളേജിനടുത്ത് SFI സർക്കാർ വാഹനം അടിച്ചു തകർത്തു. കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് 1 അല്ല 2 ആവർത്തി സർക്കാർ അപ്പീൽ പോയി. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓൾ ആർ ഈക്വൽ, സം ആർ മോർ ഈക്വൽ. ഞങ്ങളുടെ ആളുകൾക്ക് ഉള്ള നിയമമല്ല നിങ്ങളുടെ ആളുകൾക്ക് ഉള്ളത്. ഇതന്നെയാ മോഡി പറഞ്ഞുള്ളൂ. ഭരണഘടന ഞങ്ങൾക്ക് ആളുകൾക്ക് വേറെ, നിങ്ങൾക്കുള്ള ആളുകൾക്ക് വേറെ. ഇതിനെയാണ് നമ്മൾ ജനാധിപത്യ വിരുദ്ധത, ഏകാധിപത്യം എന്നൊക്കെ പറയുന്നത്. അതാണ് ഈ ഗവൺമെന്റിന്റെ നയമെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.